CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. ക്യാൻസർ ബാധയെ തുടർന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് മടങ്ങിവരുന്നതിനിടെയാണ് അന്ത്യം. മൃതദേഹം ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് നാളെ കോട്ടയത്ത് എത്തിക്കും. ക്യാൻസർ ബാധയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു AV റസൽ. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ഹൃദയാഘാതം റസലിന്റെ ജീവൻ കവർന്നത്. ഒരു സമർപ്പിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ കാലം അത്രയും ചക്രമത്തായ രീതിയിലുള്ള ഉജ്ജ്വലമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ആ നാടിന്റെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വന്ന സഖാവ് റസലിന്റെ യോഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ടൈമായി റസലാണ് CPM ജില്ലാ സെക്രട്ടറി. നേരത്തെ VN വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ റസലിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പകരക്കാരനാകാൻ റസലെത്തി. തുടർന്ന് 2022 ഈ വർഷം ജനുവരിയിലും നടന്ന ജില്ലാ സമ്മേളനങ്ങൾ റസലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 12 വർഷമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുണ്ട്. നിലവിൽ CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. 2000-2005 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു. ന്യൂസ് 18 കോട്ടയം. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൗമ്യനായ സംഘാടകനും പ്രക്ഷോഭകാരിയുമായ റസലിന്റെ വിയോഗം കോട്ടയത്തെ പാർട്ടിക്കും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണ് എന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അനധികൃത പാറ പൊട്ടിക്കലും മണ്ണെടുപ്പും നടത്തുന്നുവെന്ന പരാതിയിൽ വർഗീസിനും മരുമകനും എതിരെ കേസെടുത്തതിന് പിന്നാലെ ആണ് കളക്ടർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. പരാതിയിൽ ഗൂഢാലോചന ഉണ്ട് എന്നും പേരുപോലും വെക്കാതെയുള്ള വ്യാജ പരാതി വന്നാൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണോ വേണ്ടതെന്നും CV വർഗീസ് വിമർശിച്ചു. ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശ നിയമങ്ങൾ ഭേദഗതി ചെയ്തില്ല എങ്കിൽ പാർലമെന്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹ്റ. പലവട്ടം നേതാക്കന്മാർക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കും. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയിലെ സ്ത്രീകൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യും എന്നും മുസ്ലിം സ്ത്രീകൾ നേരിടുന്നത് അതിക്രൂരമായ അവസ്ഥയെന്നും സുഹ്റ വ്യക്തമാക്കി. ഇനിയും ഇതെനിക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രമാത്രം തീവ്രമാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത്. നിയമപരമായി അവരെന്നെ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ കണ്ട് ആത്മഹത്യ ചെയ്യും. അതല്ലാതെ വേറെ നിർവാഹമില്ല. എന്ത് ചെയ്യണം പറയും. വർഷങ്ങളോളം മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി സംസാരിച്ച ധീരവനിത. മതപണ്ഡിതന്മാരുടെ വിചിത്ര പ്രസ്താവനകൾക്കും നിലപാടിനുമെതിരെ എന്നും ആഞ്ഞടിച്ച ശബ്ദം. എന്നാൽ സ്വന്തം ജീവിതം തന്നെ ഇന്ന് ബലിയർപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ VP സുഹ്റയ്ക്ക്, അല്ലെങ്കിൽ സുഹ്റയിലൂടെ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾക്ക് ഒന്നടങ്കം പറയാനുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ അവർ നേരിടേണ്ടി വരുന്ന കടുത്ത അനീതിയുടെയും വിവേചനത്തിന്റെയും കഥകൾ. മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് ഉപദേശിക്കുന്ന പണ്ഡിതരെ ആ പെൺമക്കളുടെ ഉപ്പയോ ഭർത്താവോ മരണപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരു പുരുഷനോ പിന്തുടർച്ചാവകാശത്തിൽ ഒരു പുരുഷന് 1 കിട്ടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പകുതിയേ കിട്ടുന്നുള്ളൂ. ഒറ്റ മകളാണെങ്കിൽ ആ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയേ കിട്ടുന്നുള്ളൂ. ഈ പകുതി ബാപ്പാൻ്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, പെങ്ങളാണെങ്കിൽ കിട്ടൂല. എല്ലാ മതങ്ങളും കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റി എഴുതി. എന്നിട്ടും ഇസ്ലാം മതം മാത്രം മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ട്? CPM ചെയ്യൂല, മുസ്ലിം ലീഗും ചെയ്യൂല, കോൺഗ്രസ്. മുസ്ലിം ലീഗിന് താങ്ങി നിൽക്കുന്നതാണ്. കോൺഗ്രസ് ഒക്കെ മുസ്ലിം ലീഗിനെതിരായിട്ട് നിൽക്കില്ലല്ലോ. അവരൊക്കെ വോട്ടിന്റെ ശക്തി അവരല്ലേ. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർ പൊരുതി തന്നെ നേടിയതാണ്. എന്നാൽ പിന്തുടർച്ചാവകാശത്തിൽ ചീഫ് ജസ്റ്റിസിനടക്കം കത്തയച്ചു. കേരളത്തിലെ MLA-മാരെയും MP-മാരെയും വിഷയമറിയിച്ചു. എന്നിട്ടും എവിടെ അവകാശങ്ങളും നീതിയുമെന്നാണ് VP സുഹ്റയ്ക്ക് ചോദിക്കാനുള്ളത്. 23-ാം